മറ്റു വാർത്തയിലേക്ക് പോകണത് കൊച്ചിയിൽ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പെൺകുട്ടികളെ ആക്രമിച്ച് ഒരു സംഘം യുവാക്കൾ എന്നുള്ളതാണ്. പുലർച്ചെയാണ് സംഭവം. പെൺകുട്ടികളിൽ ഒരാളെ നിലത്തിട്ട് ചവിട്ടി, നെഞ്ചിലുൾപ്പെടെ ചവിട്ടി ഗുരുതരമായ പരിക്കേറ്റ പെൺകുട്ടിയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അക്രമി സംഘത്തിനായി ഇപ്പോൾ പോലീസിന്റെ വലിയ തെരച്ചിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം സംഭവം അന്വേഷിക്കാനെത്തിയ പോലീസ് പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ചുവെന്നും അക്രമം നടന്ന സ്ഥലത്ത് എന്തിന് പോയി എന്നും ചോദിച്ചുവെന്ന് സുഹൃത്ത് പറയുന്നുണ്ട്. നമ്മളെ രണ്ട് സുഹൃത്തുക്കളാണ്. ഇവർ വർക്ക് കഴിഞ്ഞിട്ട് ഇവരെ കലൂരിനകത്ത് പുതിയ റോഡ് ചക്കാലപ്പുറം പടം എന്ന് പറയുന്ന റോഡിനകത്ത് ഇവരങ്ങോട്ട് വരുമായിരുന്നു. റൂമിലോട്ട് പോകുമായിരുന്നു. രണ്ട് സുഹൃത്തുക്കളാണ്, രണ്ട് വനിതാ സുഹൃത്തുക്കളാണ്. അപ്പോൾ റൂമിലോട്ട് പോകുന്ന സമയത്ത് ഒരു 8ഓളം വരുന്ന സംഘം അവിടെ പോകുന്ന വഴിയിൽ അവിടെ തങ്ങി നിന്നവരെ ഒരു സെക്ഷലി ഒരു കമൻ്റ് അടിക്കുകയും അങ്ങനെ അതിനകത്ത് 6 ആൺകുട്ടികളും 2 സ്ത്രീകളാണ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. സെക്ഷലി ഇങ്ങനെ കമൻ്റ് അടിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ അവിടെ തടഞ്ഞു നിർത്തി ഒരു സംഘം ചേർന്ന് ആക്രമിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് ഈ ഒരു കുട്ടിയുടെ മുടി പിടിച്ച് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു സെക്ഷലി സാധനങ്ങളൊക്കെ പറയുന്ന സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഫോണ് പിടിച്ചിട്ട് ഫോണ് മുഴുവനായിട്ടും നിലത്തെറിഞ്ഞ് 2-3 തവണ നിലത്തെറിഞ്ഞ് മുഴുവനായിട്ടും ഫോണ് തകർന്നു പോയി. ഫോണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ അത് കുട്ടിയുടെ കൈ പിടിച്ച് തിരിച്ചിട്ടാണ് ഫോണ് കൈക്കലാക്കുന്നത്. എന്നിട്ട് പിന്നെ കുട്ടിയെ മുടി പിടിച്ചിട്ട് റോഡിലേക്ക് അടിച്ചു, മുടി പിടിച്ചിട്ട് റോഡ് കൂടെ വലിച്ചു. പിന്നെ ഇതിനകത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് കാണിക്കാൻ വേണ്ടി പിന്നെ കുട്ടിയുടെ ഡ്രസ്സ് വലിച്ചു കയറാൻ വേണ്ടി ശ്രമിച്ചു. ഇവിടെ കഴുത്തിന് താഴെയും ചെസ്റ്റിന് മേലെയായിട്ട് ഇവിടെ ഇങ്ങനെ ഈ ആക്രമിച്ചതിൻ്റെ നഖത്തിൻ്റെ പാടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആകെ നഗരത്തിനകത്ത് ഇത്തരത്തിലൊരു സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ലാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്, ഏറ്റവും അവസാനത്തെ ഉദാഹരണം കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് ഇത്രയും വലിയൊരു അപകടം ഇതിനകത്ത് ഉണ്ടായിട്ട് പോലും നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് പോയി. ആദ്യം ഹോസ്പിറ്റലിനകത്ത് ഇവിടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിനകത്താണ് പോകുന്നത്. ജനറൽ ഹോസ്പിറ്റലിനകത്ത് എത്തി അവിടെ പ്രാഥമിക ശുശ്രൂഷകൾ ചെയ്ത സമയത്ത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് വരുന്നുണ്ടായി. എൻക്വയറി എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളൊരു ചോദ്യം എങ്ങനെയാണ്, നിങ്ങൾ എന്തിനാണ് 4 മണിക്ക് ഈ ഒരു 4:30ക്കാണ് ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത്, 4:30ക്ക് എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് ഈ ഒരു വഴിക്ക് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട ഈ ഡ്രസ്സാണ് ഇട്ടത്, എങ്ങനെ ഇത്രയും ഒരു ഇതിൽ നിൽക്കുന്ന ഇത്രയും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു കുട്ടിയോട് ചോദിക്കുക, പിന്നെ ഇങ്ങനെ ചോദിക്കുന്നു വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടത്, പിന്നെ 4:30ക്ക് എന്തിനാണ് പോകുന്നത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അത് ഒരു ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച എന്നുള്ള. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, എന്താണ് സംഭവിച്ചത്? ഈ ഗുണ്ടാക്രമണത്തിന് കുപ്രസിദ്ധിയുള്ള ഒരു നഗരമാണ് കൊച്ചി. ഇതേത് ഭാഗത്താണ് ഈ പ്രശ്നം ഉണ്ടായത്? രഞ്ജിത്ത്, കലൂരാണ് ഈ സംഭവം നടക്കുന്നത്. ഇന്ന് പുലർച്ചെ 4:30യോടുകൂടി, അതായത് ആക്രമിക്കപ്പെട്ട 2 പെൺകുട്ടികൾ, അവർ 20-21 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ്. അവർ പഠനം കഴിഞ്ഞതിന് ശേഷം ഉപരിപഠനവും അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നുണ്ട്. ആ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സാധാരണ പോലെ ജോലി കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുകയായിരുന്നു. ആ പോകുന്നതിനിടയിലാണ് ഈ പെൺകുട്ടികൾക്ക് നേരെ ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായത്. അവർ നടന്നു പോകുന്നത് കണ്ട് കുറച്ച് സംഘം, അതിൽ പെൺകുട്ടികളും ഉണ്ടായിരുന്നു, ഒരു 8 പേരടങ്ങുന്ന സംഘം, അതിൽ 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഈ സംഘത്തിലുള്ള ആൺകുട്ടികൾ ഈ അതിക്രമത്തിനിരയായ പെൺകുട്ടികളോട് വളരെ മോശമായിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തി. അത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് അതിലുണ്ടായിരുന്ന യുവാക്കൾ ചേർന്ന് ഈ പെൺകുട്ടിയെ ആക്രമിച്ചത്, 2 പെൺകുട്ടികളെയും ആക്രമിച്ചത്. ഇത് ആക്രമിക്കുന്നത് കണ്ട് മറ്റൊരു പെൺകുട്ടി, ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി മൊബൈൽ ഫോൺ എടുത്ത് ആ ദൃശ്യങ്ങൾ പകർത്തി. അതിൽ പ്രകോപിതനായിട്ടാണ് അതിലുള്ള യുവാക്കൾ ആ മൊബൈൽ ഫോൺ അടക്കം എറിഞ്ഞു പൊട്ടിക്കുകയും ഈ പെൺകുട്ടിയെ നിലത്തിട്ട് ചവിട്ടി, നെഞ്ചത്ത് ചവിട്ടി എന്നാണ് പറയുന്നത്. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ ക്രൂരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്ത്, ഈ ആൺകുട്ടികൾ ഈ പെൺകുട്ടികളെ ആക്രമിക്കുന്ന സമയത്ത് ആൺകുട്ടികളുടെ ഒപ്പം തന്നെ 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ പോലും ഇത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പെൺകുട്ടികൾ വേദന കൊണ്ട് നിലവിളിക്കുന്നത് കേട്ട് ഈ ആൺകുട്ടികൾ ചിതറി ഓടുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് യൂബർ വിളിച്ച് ജനറൽ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടി. ആശുപത്രിയിൽ തന്നെ നോർത്ത് പോലീസിനെ വിവരം അറിയിച്ചു. പക്ഷേ പോലീസിൽ നിന്നും തങ്ങൾക്ക് ഏറെ വേദനിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ കിട്ടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ പോലീസ് നടത്തിയെന്ന് കൂടി പെൺകുട്ടികൾ പറയുന്നുണ്ട്. അത് ഈ വസ്ത്രം ധരിച്ചിട്ടാണോ പോയത്, എന്തിനാണ് പുലർച്ചെ 4:30 ഈ വഴിയിൽ കൂടി പോയത് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പറയുന്നു. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. പെൺകുട്ടികൾ ഇവിടെ പോലീസിന് മൊഴി നൽകുകയാണ്. പോലീസ് ഈ സംഭവം നടന്ന സ്ഥലത്തെത്തി അവിടുത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഈ കുട്ടികൾ ചിതറി ഓടുന്ന വിഷ്വൽ മാത്രമാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്ന ഇടത്തെ CCTV കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ആൺകുട്ടികളെ ഒപ്പമുണ്ടായിരുന്നു, തന്നെ ആക്രമിച്ച ആളുകളെ കണ്ടാൽ
തിരിച്ചറിയാമെന്നാണ് പെൺകുട്ടികൾ പറയുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള മൊഴി എടുത്ത ശേഷം പോലീസ് അന്വേഷണത്തിലേക്ക് കടന്നിട്ടുമുണ്ട്. രഞ്ജിത്ത്. ശരി നവമി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.